എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ലിസ്ണിങ്ങൾ കയറുമ്പോൾ തന്നെ ഞാൻ കരുതിയിരുന്നു എന്തെങ്കിലും ഒന്ന് താമെന്നുള്ളത്. കാരണം ആയിഷ അവിടെ വർക്കായില്ല, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് മൂപ്പരായതുകൊണ്ട് അതിൻ്റെ കൃത്യമായ കണക്കുള്ളതുകൊണ്ടും അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാനും പറ്റില്ല. അപ്പോൾ എനിക്ക് ഈ റിലീസിൻ്റെ സമയത്ത് കുറച്ചുകൂടിയൊക്കെ പ്രൊമോഷൻ ആവായിരുന്നു. അത് കുറച്ചൊക്കെ ഓടിയനെ എന്ന് പറയുമ്പോൾ ഞാൻ ഹാരിസ്കർ പറയപ്പെടാം, അത് ഡിസ്ട്രിബ്യൂഷൻ സൈഡാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. കാരണം സ്വാഭാവികമായിട്ട് ആദ്യ സിനിമ ചെയ്യുന്ന ഒരു സംവിധായകന്റെ എന്താ പറയുക ടെൻഷൻ പുറത്തൊക്കെയാണ്. നന്നായിട്ട് അന്ന് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരുന്നു. അപ്പൊ ഇതിന്റെ കാര്യത്തിൽ ഏതായാലും സ്വന്തം കുഞ്ഞായതുകൊണ്ട് പ്രൊമോഷൻ പരിപാടികളിൽ എനിക്ക് ആദ്യം നിലവിലില്ല, ഇനി അങ്ങോട്ട് ഉണ്ടാവുകയും ഇല്ല എന്നുള്ള ഉറപ്പ് ഉണ്ട്. അപ്പോ പിന്നെ ഈ പേര് അതുകൂടി പറഞ്ഞിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. പേര് രണ്ടേ ഒന്ന്. എനിക്ക് ഈ ന്യൂമറിക്കൽ പരിപാടിനെ കുറിച്ച് സത്യത്തിൽ അമീർ 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 എന്ന് വിളി കേട്ട് പഠിച്ചിട്ടാണ്. എന്നാ പിന്നെ ആ വായിച്ചിട്ടെങ്കിലും അമീർ എന്ന് വിളിക്കുക. നിങ്ങൾ പിന്നെയും അമീർ എന്നാണ് പറഞ്ഞത്. അത് അതിനു വേണ്ടിയിട്ടാണ് അമീർ എന്ന് രണ്ടേ ആക്കി. ഇനിയിപ്പോ എങ്ങാനും ഭാഗ്യം വന്നാൽ അതൊരു ബോണസായി കൂട്ടാം എന്നേ ഉള്ളൂ. അപ്പോ ഈ ഒരു സിനിമ ആദ്യം സത്യത്തിൽ ഞാൻ ആദ്യം ഈ കഥ പറയുന്നത് എന്റെ സിനിമയുടെ എല്ലാ കഥകളും ഒരുപാട് സിനിമ ചെയ്തു, ഒറ്റ സിനിമ ചെയ്തിട്ടുള്ളൂ. പക്ഷെ കഥകൾ ഒരുപാട് കയ്യിലുണ്ടാവുമ്പോൾ ആദ്യം ഷെയർ ചെയ്യുക ഹാരിസ് ദേശം ഹാരിസ് കെയുടെ അടുത്താണ്. അപ്പൊ ഹാരിസ് കെയുടെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു ഹാരിസ്ക അങ്ങനെ ഉണ്ടല്ലേ, ഓക്കെ എന്താണ് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, ഓക്കെ. അപ്പൊ ഹാരിസ്കിന്റെ സ്വഭാവം പെട്ടെന്ന് അങ്ങോട്ട് എടുക്കൂല, ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ചുറ്റിപ്പറ്റി കുറെ വന്നു. അപ്പൊ അതിന്റെ ഇടയിൽ കേട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു സുരാജ് ചേട്ടന് വെച്ചിട്ട് ഇത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. ഒരു കാര്യം ഞാൻ സന്തോഷം വിളിച്ചു നോക്കട്ടെ പറഞ്ഞ് എങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സന്തോഷേട്ടനെ വിളിച്ചു. പക്ഷെ ഒരു പരിപാടി ഉണ്ട്, നമ്മുടെ ആയിഷ ചെയ്ത ഡയറക്ടറാണ്, ഇങ്ങനെ ഒരു സൈക്കോ സ്വഭാവത്തിലുള്ള നല്ല രസമുള്ള പരിപാടിയാണ്. സുരാജിനെ വെച്ച് നമുക്ക് പിടിച്ചോ, പിന്നെ നമുക്ക് പിടിക്കാം ഉറപ്പായിട്ടും, എവിടെയുള്ള ഹാരിസ്ക എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഹാരിസ്ക മറ്റ് പ്രൊഡക്ഷൻ പരിപാടികളിലേക്ക് പോവുകയും സന്തോഷേട്ടൻ അത് ലിസ്റ്റിന്റെ അടുത്തേക്ക് എത്തിക്കുകയും സുരാജേട്ടൻ ഈ പറഞ്ഞതുപോലെ ആദ്യം തന്നെ നമുക്കിത് ചെയ്യാം എന്ന് ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ പറയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോ സിനിമ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഒരിക്കലും എന്റെയോ അല്ലെങ്കിൽ ആരുടെയോ അല്ല, അങ്കിതിന്റെയാണ്. ശരിക്കും പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഒരു 3 മാസം 100-ലധികം ദിവസം മ്യൂസിക്കിൽ കിട്ടിയിട്ടുണ്ട്. അതിന്റെ എല്ലാ എഫേർട്ടും അങ്കിത് ടീം എടുത്തിട്ടുണ്ട് പൂർണ്ണമായിട്ടും. അങ്കിത് മേനോൻ മ്യൂസിക്, എനിക്ക് തോന്നുന്നു അങ്കിതിന്റെ എല്ലാ ജയ ആണെങ്കിലും ഗുരുവായൂരാണെങ്കിലും വാഴയാണെങ്കിലും അങ്ങനെ അങ്കിത് വെച്ചിട്ടുള്ള സിനിമകളിൽ എനിക്ക് തന്നെ ഫേവറേറ്റിൽ ഒരുപാട് ട്രാക്ക് ഉണ്ട്. അതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും സോങ് ആണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫ്ലേവറിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈ സിനിമ ഒരു ഡാർക്ക് ഹ്യൂമർ ജോണറിലുള്ള സിനിമയാണ്. സുരാജേട്ടന് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സുരാജേട്ടന്റെ ഏറ്റവും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. സുരാജേട്ടനും ഞാൻ തമ്മിൽ പലപ്പോഴും ഷൂട്ടിനിടയിൽ തന്നെ ജഗടാ പരിപാടികളിലൂടെയൊക്കെ പോയി ഏറ്റവും നല്ല ഔട്ടിന് വേണ്ടിയിട്ട് അങ്ങനെ അത്രയും കഷ്ടപ്പെട്ടാണ് ഈ സിനിമ. സ്വാഭാവികം എല്ലാ സിനിമകൾക്കും ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ ഈ കഥ ആഷിഫ് കൂടി ഈ പറഞ്ഞ പോലെ ആയിഷ എന്ന സിനിമയുടെ റൈറ്ററാണ് ആഷിഫ്. അപ്പോൾ ആഷിഫാണ് ഈ സിനിമയുടെ കഥ എൻ്റെ അടുത്ത് ആദ്യം പറയുന്നത്. അപ്പോൾ ഇത് കൊള്ളാം എന്ന് എനിക്ക് തോന്നുകയും എനിക്ക് തോന്നുന്നില്ല മറ്റേതെങ്കിലും ഒരു എനിക്കങ്ങനെ മറ്റു നടന്മാരെ ഇതാക്കി പറയുന്നതല്ല, മറിച്ച് ഇങ്ങനെ ഒരു കഥ ഈ സിനിമയുടെ കഥ പറയുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഒരു കഥ പറഞ്ഞു പോയി ആ കഥ പിക്ക് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് സുരേട്ടൻ ഓക്കെ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഈ പ്രൊജക്ട് ചെയ്യാൻ അന്ന് ഡ്രോപ്പ് ചെയ്ത് പോയതിനെ സുരേട്ടൻ ഓക്കെ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സിനിമ സംഭവിച്ചത്. അത് കഴിഞ്ഞിട്ട് ഈ സിനിമ 1-2 ആൾക്കാരൊക്കെ കണ്ട ആൾക്കാരും ഒക്കെ നല്ല രീതിയിലാണ് അഭിപ്രായം പറഞ്ഞത്. എന്നോട് സന്തോഷമായിട്ട് കയറുമ്പോൾ തന്നെ പറഞ്ഞത് മൈക്ക് കിട്ടിയാൽ അങ്ങനെ കുറച്ച് സംസാരിച്ചാൽ മതി, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ എല്ലാവരും കൂടെ എത്തിച്ചാൽ എല്ലാവർക്കും താങ്ക് യു. ഒരുപാട് ഗുരുതുല്യരായിട്ടുള്ള ഗുരുക്കന്മാരായിട്ടുള്ള അവരുടെയൊക്കെ സിനിമ കണ്ടിട്ടാണ് സാർ, അതുപോലെ സിബി സാർ, അതുപോലെ ടോയ്ച്ചേട്ടൻ ബീച്ചേട്ടൻ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചടങ്ങിലേക്ക് വന്നതിന് അധികമായ നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനെയൊരു സിനിമ ഒരുക്കാൻ വേണ്ടിയിട്ട് കൂടെ നിന്ന ലിസ്റ്റി സാറിനും അതുപോലെ തന്നെ സുരാജേട്ടൻ, മറ്റ് ഗ്രേസ് ഉൾപ്പെടെയുള്ള സുധീരൻ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കൾക്കും എല്ലാവർക്കും അധികമായി പറഞ്ഞുകൊണ്ട് ഇന്ന് അങ്കിൾ യുടെ താങ്ക് യു. ആ ക്യാരക്ടറിലേക്ക് സുരാജേട്ടനെ തന്നെ കാസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താ? സുരാജേട്ടൻ ബേസിക്കലി ഒരു സൈക്കോ ആണ്. അപ്പൊ പിന്നെ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ. അങ്ങനെയല്ല, സുരാജേട്ടൻ എന്നുള്ള ആക്ടർ നമുക്കറിയാം ഒരുപാട് സിനിമകളിൽ തുടർച്ചയായി ഫണ്ട് ചെയ്തിട്ട് നമ്മളെ മുഷിപ്പിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയ കാര്യം. അമ്പിളിച്ചേട്ടനൊക്കെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളത് ഒരുപാട് ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാർ. അവരുടെ ശ്രേണിയിലേക്ക് നമുക്ക് മലയാള സിനിമയിൽ ഇപ്പൊ പുതിയതെന്ന് പറയുന്നില്ല, കഴിഞ്ഞൊരു 10-24 വർഷത്തോളമായി സുരേട്ടൻ വന്നത്. പക്ഷെ അതിലെ ഒരു വലിയ മഹാഭൂരിപക്ഷം സിനിമകളിൽ സുരേട്ടൻ അഭിനയിച്ചിട്ടുള്ളത് കോമഡി റോളുകൾ തന്നെയാണ്. ഒരു ആക്ഷൻ ഹീറോ ബിജു എന്നുള്ള സിനിമയിൽ വന്നിട്ട് ചെറിയ ഒരു പരിപാടിയിൽ സുരാജേട്ടൻ നമ്മളെ ഞെട്ടിച്ചു. ആ ഞെട്ടിക്കലാണ് പിന്നീട് അങ്ങോട്ട് ഒരുപാട് ഞെട്ടലുകൾ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ 2 രീതിയിൽ അല്ലെങ്കിൽ എല്ലാ വ്യത്യസ്തമായ രീതികളിൽ അങ്ങനെ വേഴ്സറ്റൈൽ ആയിട്ട് ക്യാരക്ടേഴ്സിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു നടൻ എന്ന അർത്ഥത്തിൽ. പിന്നെ ഈ സിനിമയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നതും ഇതിന്റെ ഒരു കുടുംബ പശ്ചാത്തലം എന്നൊക്കെ പറഞ്ഞ് സുരാജേട്ടനെ പോലത്തെ ഒരാൾ വരികയാണെങ്കിലാണ് അത് ഏറ്റവും ആപ്റ്റ് ആവുക.
അപ്പൊ അതാണ് സുരാജേട്ടനിലേക്ക് എത്തിയത്. അപ്പൊ ഇതിൽ നിന്ന് ചെയ്തതൊക്കെ അതിൽ നിന്നും വീണ്ടും വ്യത്യസ്തമായിട്ട് മറ്റൊരു കഥാപാത്രമായിട്ട് സുരാജേട്ടൻ നമ്മളിലേക്ക് എത്തുകയാണ്. എനിവേ താങ്ക്സ് എ ലോട്ട്. ആൻഡ് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് December 20 വേണ്ടിയിട്ടാണ്. എനിക്ക് ഒരു കാര്യം കൂടി തോന്നിയെന്ന് വെച്ചാൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് അല്ലെ? കാരണം ചിലർ ടീമല്ല, വലിയ ടീംസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു നല്ല കയ്യിൽ കൊടുത്ത ചില്ലറ ടീംസ് അല്ലാത്ത ടീംസ്. Anyway, thanks a lot and we're waiting for December 20th. Yes. നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഈ ക്രിസ്മസിന് ഒരുപാട് വലിയ പടങ്ങളുടെ കൂടെയാണ് ഞങ്ങളുടെ ഈ സിനിമയും വരുന്നത്. അതിൽ രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ധൈര്യം പകരുന്നത്. ഒന്ന്, സുരാജേട്ടൻ്റെ ബാനറും പിന്നീട് മലയാളികൾക്ക് വളരെ സുപരിചിതമായ ബ്രാൻഡ് നെയിമായ മാജിക് ഫ്രെയിംസ് ലിസ്റ്റിൻ ചീഫാണ്. അവരുടെ കൂടെ ചെയ്യുന്നൊരു പടം എന്ന അർത്ഥത്തിലാണ് ക്രിസ്മസിന് സിനിമ റിലീസ് ചെയ്യുക എന്നുള്ള ഒരു വലിയ ഘട്ടത്തെ എനിക്ക് തരണം ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ അതുപോലെ ഈ കാട്ടിക്കൂട്ടലുകൾ കൊണ്ടൊന്നും തിയേറ്ററിൽ ആളെത്തൂല എന്നുള്ളതും, എന്നാൽ മൗത്ത് പബ്ലിസിറ്റിയോട് കൂടിയിട്ട് തിയേറ്ററുകളിൽ എത്തുന്നുള്ള പ്രേക്ഷകരെ ഞങ്ങൾ വല്ലാതെ മാനിക്കുന്നുണ്ട്. അവരെ നിരാശപ്പെടുത്താത്ത, ഉറപ്പായും ഈ സിനിമ സ്വയം സംസാരിക്കുന്നുള്ള വിശ്വാസത്തിലുമാണ് ഞങ്ങൾ ഇതിന്റെ ഇതുവരെയുള്ള മുന്നോട്ടുപോക്കുകൾ എത്തിപ്പെട്ടിരിക്കുന്നത്. എല്ലാവരും December 20 സിനിമ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നല്ലത്. ഞാൻ കുറച്ച് കോൺഷ്യസ് ആവാറുണ്ട്. എൻ്റെ ഡേ അല്ല, ഐ തിങ്ക് ഇറ്റ്സ് എവറിബഡീസ് ഡേ. ഇത്ര സമയമായിട്ട് എല്ലാവരും വർക്ക് ചെയ്ത് ഫൈനലി ദ പ്രൊഡക്റ്റ് ഇസ് ഗോയിങ് ടു കം ഔട്ട് ഓൺ 20th. ആൻഡ് ഐ ഫീൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വന്ന് വർക്ക് ചെയ്ത് പടത്തിൽ വർക്ക് ചെയ്ത് എല്ലാവരും അവരുടെ മാക്സിമം എഫേർട്സ് ഈ പടത്തിൽ ഇട്ടിട്ടുണ്ട്. ഐ തിങ്ക് ഇറ്റ് ഹാസ് കം ഔട്ട് വെരി വെൽ. മ്യൂസിക്കിന്റെ കാര്യത്തിലും പറഞ്ഞാലും ഈ സൈഡ് യു ഹാവ് ബീൻ വർക്കിംഗ് ഫോർ 3 months. 3 മാസം ആഗ്രഹം കൊണ്ടാണ് വർക്ക് ചെയ്തത്. ബിക്കോസ് ഫസ്റ്റ് ടൈം നരേഷൻ കേട്ടപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സ്റ്റോറിയുടെ. സോ വി തോട്ട് കി ഓക്കെ, ലെറ്റ്സ് ഡു സംതിങ് ന്യൂ. എന്തെങ്കിലും വാട്ട് ന്യൂ ക്യാൻ ബി ഫിഗർ ഔട്ട് ബൈ ഡൂയിങ് ഇറ്റ് ഫോർ ദ ഫിലിം. ഹൗ ക്യാൻ വി എൻഹാൻസ് ദ ഹോൾ നറേറ്റീവ് ഓഫ് ദ ഫിലിം. അങ്ങനെ ചിന്തിച്ച് വി തോട്ട് ഓഫ് പുട്ടിങ് മോർ ടൈം ടു ഇറ്റ്. അറിഞ്ഞില്ല 3 മാസമായിരുന്നു. But then I would like to thank first of all Listin Chetan, Santosh Bhai, Magic Films in their first time collaboration and then being a part of Vilasini Cinemas in the first production, their music director ആയിട്ട് part ആവുന്നു. Thank you so much. പിന്നെ I don't know, it's just ഭയങ്കര ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. തീരാൻ പോവാണെന്ന് അറിയാം, അതിൻ്റെ ഒരു ചെറിയൊരു വിഷമമുണ്ട്. But good run. And I would just like to say thanks to my music team because ഞാൻ ഡിസൈഡ് ചെയ്താണ് ഓക്കെ 3 മാസം വർക്ക് ചെയ്യാം. ബട്ട് ദീസ് ഗൈസ് ഹാവ് സ്റ്റേഡ് വിത്ത് മീ ത്രൂ ഔട്ട് ആൻഡ് ഓരോന്നായിട്ട് എന്തായാലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എല്ലാവരും പിന്നീട്. ബട്ട് താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ ഇൻ ദിസ് ഫിലിം ആൻഡ് യെസ് ഐ ഹോപ്പ് everybody watches it on 20th likes it. Thank you. We hope so. We have worked hard on it. But I don't know, ഹുക്കിനെ കാത്തി കൂടുതൽ ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന മ്യൂസിക് പടത്തിന് എൻഹാൻസ് ചെയ്യണം. ഇഫ് ഇറ്റ് വർക്ക്സ് ഇൻഡിപെൻഡൻ്റ്ലി അത് പ്ലസ് ആണ്, അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഐ തിങ്ക് ഫിലിം ഷുഡ് വർക്ക്. മ്യൂസിക് ഇസ് ജസ്റ്റ് എ പാർട്ട് ഓഫ് ഇറ്റ്, ഛോട്ടാ സാ. ആൻഡ് ദെൻ സോ ഐ റിയലി ഹോപ്പ് ദ ഫിലിം വർക്ക്സ്.